ഹലോ ഗൈസ്, ദിസ് ഇസ് അന്ന. SSCയുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ടെൻറ്റേറ്റീവ് കലണ്ടർ 2025-26 വരാൻ പോകുന്ന വേക്കൻസിയുടെ ഡീറ്റെയിൽസ് നിങ്ങൾ എല്ലാവരും കണ്ടു കാണും അല്ലേ? ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ ssc.gov.in എന്ന വെബ്സൈറ്റിൽ പോവുക. അവിടെ അവൈലബിൾ ആണ്. 2025-26 വർഷം ഏതൊക്കെ വേക്കൻസീസ് ആണ് വരാൻ പോകുന്നത് എന്ന് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതനുസരിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പ്രിപ്പറേഷൻ തുടങ്ങാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ കുറച്ച് വേക്കൻസീസ് ചെക്ക് ചെയ്യാം. 12ാമത്തെ സെക്ഷൻ നിങ്ങൾ സീരിയൽ നമ്പർ നോക്കുകയാണെങ്കിൽ കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് മെയിൽ ആൻഡ് ഫീമെയിൽ ഇൻ ഡൽഹി പോലീസ്. അതിനുപരി നമ്മൾ കുറേ ദിവസങ്ങൾ കേൾക്കുന്നുണ്ട് അല്ലേ? അറൗണ്ട് 6000 വേക്കൻസീസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കമ്മിങ് ജാനുവരി 2025 ഡൽഹി പോലീസ് കോൺസ്റ്റബിളിൽ ഒരു 5000 to 6000 അറൗണ്ട് വേക്കൻസീസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് ഒരു വേക്കൻസി നമുക്ക് കാണാൻ കഴിയും 13ാമത്തെ സീരിയൽ നമ്പറിൽ കോൺസ്റ്റബിൾ ഡ്രൈവർ മെയിൽ ഇൻ ഡൽഹി പോലീസ് എക്സാമിനേഷൻ 2025 19 സെപ്റ്റംബർ 2025 നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് മെൻഷൻ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് ഡേറ്റ് നമുക്കാർക്കും അറിയത്തില്ല. പക്ഷേ ഇതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട് ഡ്രൈവർ മെയിൽ അല്ലേ? കോൺസ്റ്റബിൾ പോസ്റ്റാണിത്, ഡ്രൈവറിൻ്റെ പോസ്റ്റാണ്, ഓൺലി ഫോർ മെയിൽ. ഓക്കെ, ഈ വേക്കൻസി നമുക്ക് വളരെ പരിചയമുള്ളൊരു വേക്കൻസി അല്ല, കാരണം എല്ലാ വർഷവും റിലീസ് ആവുന്ന ഒരു വേക്കൻസിയും അല്ല ഇത്. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം 2022 ഇത് വേക്കൻസി റിലീസായത്. 23 ഡിസംബറോട് കൂടി ഇതിൻ്റെ ഫൈനൽ റിസൾട്ടും വന്നിരുന്നു. നമ്മുടെ കേരളത്തിൽ നിന്ന് വളരെയധികം കുട്ടികൾ എഴുതിയ ഒരു എക്സാമാണ്, വളരെ പ്രതീക്ഷയോടെ. അതിൽ ഫൈനൽ ലിസ്റ്റിൽ ഒരു മലയാളി കുട്ടി മാത്രമാണ് വന്നത്. പക്ഷേ കട്ട് ഓഫിൽ ആ കുട്ടി ഔട്ടായി. കാരണം അന്ന് കട്ട് ഓഫ് ഹൈ ആയിരുന്നു വന്നിരുന്നത്. 75 സംതിങ് ആയിരുന്നു ഫൈനൽ കട്ട് ഓഫ്. ആ കുട്ടി എല്ലാ സ്റ്റേജുകളും ക്ലിയർ ചെയ്തെങ്കിലും അതിന് 73 മാർക്ക് മറ്റോ ഉണ്ടായിരുന്നുള്ളൂ ആ കുട്ടിക്ക്. അതുകൊണ്ട് ഫൈനൽ കട്ട് ഓഫിൽ ഔട്ടായി ആ കുട്ടി. അതുവരെ നമ്മുടെ നാട്ടിൽ നിന്ന് പല കുട്ടികളും പോയിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞു. ഫിസിക്കലും റിട്ടേണും ഫിസിക്കലും അതിനുശേഷം ട്രേഡും എല്ലാം കുട്ടികൾ ക്ലിയർ ചെയ്തു. പക്ഷേ ഫൈനൽ കട്ട് ഓഫിൽ വരാൻ സാധിച്ചില്ല ആർക്കും. ഒരു കുട്ടിക്ക് മാത്രമേ വരാൻ കഴിഞ്ഞുള്ളൂ. ഫിസിക്കലൊക്കെ കുറേ പേര് ഔട്ടായി. പിന്നെ ട്രേഡ് ടെസ്റ്റ്, ട്രേഡ് എന്ന് പറഞ്ഞാൽ വണ്ടി ഓടിക്കുന്ന ഒരു ടെസ്റ്റും ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ കുട്ടികൾ ഔട്ടായി. വളരെ സിമ്പിളായിരുന്നു. ഓക്കെ, ഇനി ഈ വേക്കൻസിയുടെ ബേസിക് കാര്യങ്ങൾ നമുക്ക് നോക്കാം ഒന്നൊന്നായിട്ട്. ഇത് ഡൽഹി പോലീസിൻ്റെ എക്സാംസ് SSC ആണ് കണ്ടക്ട് ചെയ്യുന്നത്. ഇതിന് ഒറ്റ CBT ഉള്ളൂ. CBT SSC ആണ്, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനാണ് കണ്ടക്ട് ചെയ്യുന്നത്. നമ്മൾ SSCയിൽ ആപ്ലിക്കേഷൻ എല്ലാ വേക്കൻസിക്കും എങ്ങനെയാണോ അയക്കുന്നത് അതുപോലെ തന്നെ ഇതിനും അയക്കും. പക്ഷെ അതിന് ശേഷമുള്ള സ്റ്റേജസ് CBT 1 കഴിഞ്ഞിട്ട് PT ഉണ്ടല്ലോ, PEMT ഉണ്ട്, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും മെഷർമെൻറ്റ് ടെസ്റ്റും ഉണ്ട്. അപ്പോൾ അതൊക്കെ നടത്തുന്നതും അതിൻ്റെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യുന്നതും ഡൽഹി പോലീസ് ഡയറക്റ്റാണ്. അതിനുശേഷം ഉള്ള അഡ്മിറ്റ് കാർഡുകളിലെല്ലാം ലൈക്ക് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ആയാലും മെഡിക്കലിൻ്റെ ആയാലും ട്രേഡിൻ്റെ ആയാലും എല്ലാം അതിൻ്റെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യുന്ന ഡൽഹി പോലീസാണ്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഫസ്റ്റ് സ്റ്റേജ് ദാറ്റ് ഈസ് CBT മാത്രമേ SSCയുടെ കയ്യിലുള്ളൂ. അതിന് ശേഷമുള്ള എല്ലാ പ്രോസസ്സും ഡൽഹി പോലീസ് ഡയറക്റ്റാണ് നിർവഹിക്കുന്നത്. ഈവൻ ലാസ്റ്റ് റിസൾട്ട് വരെ പബ്ലിഷ് ചെയ്യുന്നത് ഡൽഹി പോലീസിൻ്റെ വെബ്സൈറ്റിലായിരിക്കും. നിങ്ങൾ പോയി നോക്കി നിങ്ങൾക്ക് കാണാൻ കഴിയും മുമ്പത്തെ എക്സാംസിൻ്റെ റിസൾട്ടൊക്കെ എങ്ങനെയാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി മുന്നോട്ട് പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അഡ്വാൻസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. ഓക്കെ, കോൺസ്റ്റബിളിനെ പോലെ തന്നെ ഉള്ള ഒരു പൊസിഷനാണ്, സെയിം സാലറിയാണ്. പക്ഷെ ജോലി അത്രയ്ക്ക് ഹെക്റ്റിക് അല്ല, കാരണം ഡ്രൈവറാണ്. അതുകൊണ്ട് കോൺസ്റ്റബിളിനെ പോലെ വലിയ ബുദ്ധിമുട്ടുള്ള ജോലിയല്ല, യൂണിഫോം ജോലി തന്നെയാണിത്. ഓക്കെ, കൂടാതെ ഇതിന് ഏജും ഡീറ്റെയിൽസും ഒന്ന് നമുക്ക് നോക്കാം. സാധാരണ കോൺസ്റ്റബിളിന് 25 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ദില്ലി പോലീസിൻ്റെയും MDSൻ്റെ ഒക്കെ മക്കൾക്ക് മാത്രമേ 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റൂ അല്ലേ? അപ്പോൾ ഇവിടെ ക്വാളിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഏജ് 21 തൊട്ട് 30 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ റിലാക്സേഷൻ ST SC കാൻഡിഡേറ്റ് OBC കാൻഡിഡേറ്റ്സിന് റിലാക്സേഷൻ ഉണ്ട്. SCക്ക് 5 വർഷത്തെ റിലാക്സേഷനും OBCക്ക് 3 വർഷത്തെ റിലാക്സേഷനുമാണ് ഈ പോസ്റ്റിലേക്കുള്ളത്. ഞാൻ DP ഡ്രൈവറിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഓക്കെ, ഇനി കഴിഞ്ഞ വർഷം എന്തൊക്കെയായിരുന്നു ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം 1411 പോസ്റ്റായിരുന്നു ടോട്ടൽ ഉണ്ടായിരുന്നത്. അതിൽ ജനറലിന് 543 വേക്കൻസീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. കട്ട് ഓഫ്
URന്റെ വന്നത് 75 പോയിന്റ് ആയിരുന്നു. EWS 71, SC 63, ST 66, OBC 72. സാധാരണ കോൺസ്റ്റബിളിലൊക്കെ ലക്ഷക്കണക്കിന് കുട്ടികൾ അപ്ലൈ ചെയ്യും. പക്ഷേ ഈ വേക്കൻസിക്ക് 1,20,25,000 കുട്ടികളെ കഴിഞ്ഞ പ്രാവശ്യം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തന്നെ നമുക്കറിയാം കോമ്പറ്റീഷൻ ലെവൽ കുറച്ച് കുറവാണ്. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും കയറാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇപ്പോഴേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അതിന് അത്യാവശ്യമായ ഒരു കാര്യമാണ് ഹെവി ലൈസൻസ്. അതില്ലാതെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പോലും കഴിയത്തില്ല. പിന്നെ അല്ല ലൈസൻസ് ചോദിക്കുന്നത്, ആപ്ലിക്കേഷൻ സമയത്ത് തന്നെ ലൈസൻസിൻ്റെ ഇൻഫർമേഷൻ അവർ ചോദിക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ ഹെവി ലൈസൻസ് ഇല്ലാത്തവരാണെങ്കിൽ ഇപ്പോഴത്തന്നെ എടുത്തോണം. കാരണം ഈ ലൈസൻസ് വരാൻ കുറച്ച് സമയം എടുക്കും. നമ്മൾ LMV പോലെ അല്ല, ഹെവിയുടെ ലൈസൻസ് കിട്ടാൻ ഇത്തിരി സമയം കാലതാമസം കൂടുതലുണ്ട്. ഓക്കെ, ഏജ് 21-30 ഞാൻ പറഞ്ഞതുപോലെ, ക്വാളിഫിക്കേഷൻ 12ാം ക്ലാസ് ആണ്, ഹെവി ലൈസൻസ് വേണം, ആപ്ലിക്കേഷൻ ഫീ 100 രൂപയാണ്. ഓൺലി മെയിൽസ് ക്യാൻ അപ്ലൈ ഫോർ ദിസ് പോസ്റ്റ്. ഓക്കെ, ഇനി വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സിലബസിനകത്താണ്. സിലബസ് എന്തൊക്കെയാണ്? GK 20 മാർക്കിൻ്റെ, റീസണിങ് 20 മാർക്കിൻ്റെ, മാത്സ് 10 മാർക്കിൻ്റെ ഉള്ളൂ, ഇംഗ്ലീഷ് ഇല്ല. റോഡ് സെൻസ് എന്ന് പറഞ്ഞാൽ ട്രാഫിക് റിലേറ്റഡ്, റോഡ് റിലേറ്റഡ്, വണ്ടി റിലേറ്റഡ് കാര്യങ്ങൾ 50 മാർക്കിൻ്റെ വരും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ PSCക്ക് സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയത്തില്ല, അതുപോലെ ഇതിനകത്തൊരു സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട്, റോഡ് സെൻസിൻ്റെ 50 മാർക്കിന്. അപ്പം ഇത് ഷുവർ നമ്മൾ പഠിച്ചിട്ട് പോയാൽ ഒരു 45-നും 50-നും ഇടയ്ക്ക് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ടോട്ടൽ 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. GK ഉണ്ട്, റീസണിങ് ഉണ്ട്, മാത്സ് ഉണ്ട്, റോഡ് സെൻസ് ഉണ്ട്. മാത്സ് 10 മാർക്കിൻ്റെ ഉള്ളൂ, ഇംഗ്ലീഷ് ഇല്ല. ഈ റോഡ് സെൻസ് മാത്രം പഠിച്ചെടുത്തതിന് 50 മാർക്ക് നമുക്ക് കൈക്കലായി. പിന്നെ GKയും നല്ല സ്കോർ ചെയ്യാൻ പറ്റും. അതുപോലെ മാത്സിന് ആൾമോസ്റ്റ് 7-8 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം. റീസണിങ് 20-ന് 20 നമുക്ക് സ്കോർ ചെയ്യാം അല്ലേ? അപ്പോൾ കട്ട് ഓഫ് ഹൈ ആയിരിക്കും. 80 + 100-ന് 80 മാർക്ക് മേലെയെങ്കിലും പേടിക്കുക എന്ന രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നമുക്ക് ഇന്നാകാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അത് മുന്നേ അങ്ങ് പറയാം. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റേജസ് ഓഫ് എക്സാംസ്, ഏതൊക്കെ സ്റ്റേജസ് ആണുള്ളത്? CBT ഒരൊറ്റ എക്സാമേ ഉള്ളൂ, അത് CBT ആണ്. അതിനുശേഷം PMD, ഫിസിക്കൽ എഫിഷ്യൻസി, ഓട്ടം, ചാട്ടം. ഓക്കെ, ഓട്ടത്തിന് ശേഷം ലോങ് ജമ്പും ഹൈ ജമ്പും. ഓട്ടം 1600 മീറ്ററാണ്, 7 മിനിറ്റ് സമയം. ലോങ് ജമ്പ് 12.5 ഫീറ്റാണ്, ഹൈ ജമ്പ് 3.5 ഫീറ്റാണ്. ഈ ലോങ് ജമ്പിനും ഹൈ ജമ്പിനും 3 ചാൻസസ് തരും. അതുപോലെ തന്നെ ഈ 1600 മീറ്റർ ഓടിയിട്ട് വരുമ്പോൾ തന്നെ നമ്മൾ തളരും. 1600 മീറ്റർ ഓടിയ ശേഷം ഉടനെ അടുത്ത ലൈനോട് നമ്മളെ കയറ്റും. എന്തിനാ? ലോങ് ജമ്പിനും ഹൈ ജമ്പിനും. അവിടെ നമുക്ക് റെസ്റ്റ് ഒന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ എക്സാം എന്ന് പറയുന്നത് കേരളത്തിലുടനീളം എല്ലാ ഡിസ്ട്രിക്റ്റിലും കാണും. പക്ഷേ അതിന് ശേഷമുള്ള പ്രോസസ്സ് ലൈക്ക് മെഡിക്കൽ ആയാലും ട്രേഡ് ആയാലും ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ആയാലും PMD ആയാലും അതെല്ലാം ദില്ലി പോലീസാണ് കൺട്രോൾ ചെയ്യുന്നത്. അവരുടെ ഗ്രൗണ്ടിൽ വെച്ചായിരിക്കും, അത് ഡൽഹിയിൽ വെച്ച് മാത്രമായിരിക്കും. അതുപോലെ തന്നെ പോസ്റ്റിംഗ് ഡൽഹിയിൽ മാത്രമായിരിക്കും, വേറെ എങ്ങും പോസ്റ്റിംഗ് കിട്ടത്തില്ല. ലാംഗ്വേജിൻ്റെ ഒരു ഇഷ്യൂ നിങ്ങൾക്ക് വരത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം പോയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരൊരു ട്രാൻസ്ലേറ്ററെ വെച്ചിട്ടുണ്ട്. ട്രാൻസ്ലേറ്റർ മീൻസ് മലയാളവും ഹിന്ദിയും അറിയുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ആ കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. അതുകൊണ്ട് ലാംഗ്വേജിൻ്റെ വിഷയം വരത്തില്ല. ട്രേഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ വണ്ടി ഓടിക്കാൻ ഹെവി ഓടിച്ച് കാണിക്കണം, ലൈറ്റ് ഓടിച്ച് കാണിക്കണം. അത് കഴിഞ്ഞ പ്രാവശ്യം വളരെ സിമ്പിളായിരുന്നു. ഫോർവേഡും ബാക്ക്വേഡും പാർക്കിങ്ങും അങ്ങനെ എന്തോ മറ്റേ ഉള്ളായിരുന്നുള്ളൂ. വലിയ ടഫൊന്നുമില്ലായിരുന്നു. എല്ലാവരും പാസ്സായി. വളരെ ഈസി ആയിട്ട് അങ്ങ് വിട്ടു കഴിഞ്ഞ പ്രാവശ്യം. അതുകൊണ്ട് ഇപ്രാവശ്യം അത്ര ഈസി ആവണമെന്ന് തോന്നുന്നില്ല. കാരണം കട്ട് ഓഫ് വളരെ ഹൈ പോയത് തന്നെ അതുകൊണ്ട്. കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ദില്ലി പോലീസിൻ്റെ ഓരോ എക്സാമിനും വരാത്തൊരു കട്ട് ഓഫാണ്. ഈ കോൺസ്റ്റബിളിൻ്റെ എക്സാം വന്നു, അതിനുശേഷം മിനിസ്റ്റീരിയലിൻ്റെ വന്നു, AWTPOയുടെ വന്നു, ഡ്രൈവറിൻ്റെ വന്നു. AWTPO, മിനിസ്റ്റീരിയൽ, ഡ്രൈവർ ഇതെല്ലാം ഒരാഴ്ചത്തെ ഡിഫറൻസിലായിരുന്നു എക്സാം നടന്ന. റിസൾട്ട് വന്നതും ഫൈനൽ റിസൾട്ട്, സെലക്ഷൻ വന്നു, എല്ലാം ഒരാഴ്ചത്തെ ഡിഫറൻസിലായിരുന്നു. അപ്പോൾ ഇതിനി വരുമ്പോഴും ഇനി മുമ്പോട്ടും ഇതെല്ലാം ഒരുമിച്ച് തന്നെയായിരിക്കും വരുന്നത്. കാരണം നമുക്കിവിടെ കാണാൻ കഴിയും, ഇവിടെ കോൺസ്റ്റബിൾ ഡ്രൈവർ കഴിഞ്ഞിട്ട് ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയൽ, AWTPO ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ഇവിടെ തന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ കൂടെ തന്നെ എക്സാംസും പ്രതീക്ഷിക്കാം. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വേറെ തരാം. കാരണം ഇത് ഡ്രൈവറിൻ്റെ മാത്രമായിട്ട് ഞാനൊരു സിലബസ് തയ്യാറാക്കിയതാണ്. ഇനി നമ്മൾ ഈ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുമ്പോൾ ഉണ്ടല്ലോ, അവിടെ ഒരു ചെറിയ ഇൻ്റർവ്യൂവും കൂടെ ഉണ്ട്. ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ജസ്റ്റ് പാസ്സായാൽ മാത്രം മതി ഇതിനൊക്കെ കേട്ടോ. അല്ലാതെ മാർക്കിംഗ് സിസ്റ്റം ഒന്നുമില്ല ഇൻ്റർവ്യൂവിനും ട്രേഡിനും ഒന്നും. ഇൻ്റർവ്യൂ മീൻസ് റോഡിലെ കാര്യങ്ങൾ ചോദിക്കും, ഡ്രൈവിംഗ് റൂൾസ് ചോദിക്കും,
മെക്കാനിക്കൽ റിലേറ്റഡ് മെഷീൻ റിലേറ്റഡ് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കും. റോഡ് സയൻസിലെ ട്രാഫിക് സയൻസ് അതിനെ പറ്റിയൊക്കെ അത് വൈവ വളരെ എളുപ്പമാണ്, വളരെ വളരെ സിമ്പിളാണ് വൈവ. ഒരു 10 ക്വസ്റ്റ്യൻസ് മാക്സിമം അവർ ചോദിക്കും. അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും, പലരോടും ചിലരോട് 5 ചോദിക്കും, ചിലരോട് 2 ചോദിക്കും. അത് ഓഫീസേഴ്സിന്റെ മേലെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് വളരെ സിമ്പിൾ, എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത്. എന്ന് പറഞ്ഞാൽ ട്രേഡ് കഴിഞ്ഞ വർഷം വളരെ ഈസി ആയിരുന്നു, ആർക്കും പേടിക്കേണ്ടതായിട്ട് വന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് 12ാം ക്ലാസ് ജയിച്ചവരാണെങ്കിൽ ഹെവി ഇല്ലെങ്കിൽ ഹെവി എടുക്കുക. 21നും 30നും ഇടയ്ക്ക് പോലീസിൽ കയറണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിലും, ഇംഗ്ലീഷ് വീക്കായിട്ടുള്ളവരാണെങ്കിലും, മാത്സ് കുറച്ച് വീക്കായിട്ടുള്ളവർ നല്ല പെർഫെക്റ്റ് ഒരു എക്സാമാണിത് കേട്ടോ. കാരണം ഹെക്റ്റിക് അല്ല, കോൺസ്റ്റബിളിനെ പോലെ. അതുപോലെ തന്നെ 3 മാസം മാത്രമേ നിങ്ങൾക്ക് അവിടെ കയറുന്നതിന് മുമ്പ് ട്രെയിനിങ് ഉള്ളൂ. കോൺസ്റ്റബിളിനാണെങ്കിൽ 8-9 ഒരു വർഷത്തോളം ട്രെയിനിങ് പോകും, അതും ടഫാണ്. പക്ഷേ ഡ്രൈവർക്ക് 3 മാസത്തെ ട്രെയിനിങ്ങേ ഉള്ളൂ. അപ്പം അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ പോലീസ് ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഹെവി ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട, കാരണം ഹെവി പഠിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ അവിടെ വലുതായിട്ടൊന്നും റോഡിലൊന്നും ഓടിക്കേണ്ട, ഗ്രൗണ്ടിൽ മുമ്പോട്ടും പുറകോട്ടും നീക്കുക, പാർക്ക് ചെയ്യുക. അവരുടെ വണ്ടികളാണ്, പോലീസിൻ്റെ തന്നെ വണ്ടികളാണ്. അത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. അതിനൊക്കെ നോർത്തിൽ നിങ്ങൾക്ക് പോയിട്ടുണ്ടെങ്കിൽ UP, രാജസ്ഥാൻ, ആ സ്ഥലങ്ങളിൽ രാജസ്ഥാനിൽ കുറേ സെൻറ്റേഴ്സ് ഉണ്ട്. ഒരു 10 ദിവസം അവിടെ പോയി പഠിച്ചാൽ മതി. കഴിഞ്ഞ പ്രാവശ്യം അവർ ഒരു 15,000 അറൗണ്ടാണ് അക്കോമഡേഷനും ഫുഡും ഈ പഠിപ്പിക്കുന്നതിനും കൂടെ അവരവിടെ ചാർജ് എടുത്തത്. അവിടെ അവർ നിങ്ങൾക്ക് ഈ ഓട്ടത്തിൻ്റെയും ചാട്ടത്തിൻ്റെയും ട്രെയിനിങ്ങും ഇതിൻ്റെ ഒപ്പം തരും. ഓട്ടവും ചാട്ടവും ഡ്രൈവിങ്, ഇത് 3ഉം കൂടാണ് രാജസ്ഥാനിലെ സെൻറ്ററുകൾ പഠിപ്പിക്കുന്നത്. 10,000 തൊട്ട് 15,000 വരെയാണ് അവർ ചാർജ് ചെയ്യുന്നത്. പലയിടത്തും പലതാണ് കേട്ടോ. 15 ദിവസത്തേക്ക്, 20 ദിവസത്തേക്ക്, 1 മാസത്തേക്ക്, അങ്ങനെയൊക്കെയാണ് അവർ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റിലാണ് അവർ പഠിപ്പിച്ചേക്കുന്നത്. എല്ലാവരും 10,000, 12,000, 15,000 ആ ഒരു റേഞ്ചിലാണ് ഈ 3 കാര്യങ്ങൾ, ഡ്രൈവിങ്ങും ഫിസിക്കലും. അവർ അവിടെ ഫുഡ് വിത്ത് അക്കോമഡേഷനാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്നും നിങ്ങൾ ഓർത്ത് പേടിക്കേണ്ടതായിട്ടില്ല. അവിടെ പോയി കുറച്ച് ദിവസം നിങ്ങൾ, അല്ലെങ്കിൽ നാട്ടിൽ തന്നെ കുട്ടികൾ ഗ്രൂപ്പായിട്ട് ചേർന്ന് ചെയ്യുന്നുണ്ട്. ട്രേഡിൻ്റെയൊക്കെ സൈസൊക്കെ അളന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം അവരവിടെ പാലക്കാട് സൈഡിലോട്ടൊക്കെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ പിന്നെ റണ്ണിങ്ങില്ല, ഞാൻ പറഞ്ഞു 1600 മീറ്ററാണ്. അതുകൊണ്ട് ഇപ്പോഴേ പഠിത്തം സ്റ്റാർട്ട് ചെയ്യുക, ലൈസൻസ് ഉണ്ടാക്കുക, ഫിസിക്കലിന് ഓട്ടവും ചാട്ടവും പ്രാക്ടീസ് ചെയ്യുക. അല്ലെങ്കിൽ ലാസ്റ്റ് ടൈമിൽ നിങ്ങളുടെ കാല് ഉളുക്കും, അതുകൊണ്ട് വലിയ വിഷയമാവും. ഞരമ്പ് വലിക്കുന്ന ഒരു വിഷയം ഈ അവസാനം ഓടുന്ന കുട്ടിയെ കൊണ്ട്. അതുപോലെ 1600 മീറ്റർ നോർത്ത് ഇന്ത്യൻസിലൂടെ ഓടിക്കയറാൻ വലിയ പാടാണ്. കാരണം ആൾമോസ്റ്റ് ഇത് ഡ്രൈവറുടെ പോസ്റ്റാണ് ഒന്നാമത്. അതുകൊണ്ട് ഈ ഗ്രാമപ്രദേശങ്ങളിൽ കിടക്കുന്നവരായിരുന്നു, നമ്മൾ ഭയങ്കര ഓട്ടക്കാരും ചാട്ടക്കാരുമാണ്. അപ്പോൾ അവരോടൊപ്പം നമ്മൾ പിടിച്ച് നിൽക്കണമെങ്കിൽ വളരെ GDക്കും കോൺസ്റ്റബിളിനൊക്കെ എഴുതുന്ന പിള്ളേരാണ് കൂടുതലും. അപ്പോൾ ആ കുട്ടികളുടെ ഒപ്പം നമ്മൾ ഓടിക്കയറണമെങ്കിൽ ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്തേ പറ്റും. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഓടിക്കഴിഞ്ഞ് സെയിം, അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടാണ്, നമുക്ക് റെസ്റ്റൊന്നുമില്ല. അപ്പോൾ ഓടിക്കളന്ന് തളർന്നിരുന്നിട്ട് നമ്മൾ പെട്ടെന്ന് ചാടാൻ പറയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ആവാം അവർ 3 ചാൻസ് നമുക്ക് തരുന്നത്. ഓക്കെ, വേറെ പേടിക്കാനൊന്നുമില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പക്ഷേ പ്രിപ്പറേഷൻ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യണം. കാരണം കഴിഞ്ഞ പ്രാവശ്യം പോയിന്റിന് പോയ കുട്ടികളുണ്ട്. പോയിന്റിന് മാത്രമല്ല, ഡേറ്റ് ഓഫ് ബർത്തിന്, എനിക്കറിയാം ഡേറ്റ് ഓഫ് ബർത്ത് ഇപ്പം ടൈ ആവുകയാണെങ്കിൽ മുമ്പേ ആരുടെയാണോ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത്, ഏജ് കൂടുതലാക്കണം, അവർക്കല്ലേ ജോലി കിട്ടുന്നത്. അങ്ങനെ പോയിന്റ്സിനും ഡേറ്റ് ഓഫ് ബർത്തിനും പോയ കുട്ടികളുണ്ട്. അവരുടെ കൂടാണ് നിങ്ങൾ ഇപ്രാവശ്യം കോമ്പറ്റീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവരെത്രമാത്രം പ്രിപ്പയർഡ്, അവരെല്ലാം കണ്ട് അറിഞ്ഞ് ഇരിക്കുന്ന കുട്ടികൾ. അവരുടെ ഒപ്പം നമ്മൾക്ക് ഓടി കയറണമെങ്കിൽ നമ്മൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്തേ പറ്റത്തുള്ളൂ. ഓക്കെ, എല്ലാ വർഷവും വരുന്നൊരു വേക്കൻസി അല്ല ഇത്. 2022 വരുന്നതിന് മുന്നേ, കുറേ വർഷം മുന്നേ ആയിരുന്നു ഡ്രൈവറുടെ വേക്കൻസി വന്നത്. അപ്പോൾ 2022 വന്ന കുട്ടികൾക്കൊന്നും എന്താ ക്വസ്റ്റ്യൻ വരുന്നത്, അല്ലെങ്കിൽ ട്രേഡ്, അങ്ങനെ ഒരു ഐഡിയയും ഇല്ലായിരുന്നു. അവരെല്ലാം ഫ്രഷ് ആയിട്ട് പോയി കയറിയതാണ്. ഓക്കെ, സോ ഇനിയിപ്പം വരുന്ന കുട്ടികൾക്ക് അതിൻ്റെ എല്ലാം അറിവായി കഴിഞ്ഞു. ഇപ്രാവശ്യം എത്ര വേക്കൻസി ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം 1411 വേക്കൻസീസേ ടോട്ടൽ ഉണ്ടായിരുന്നുള്ളൂ. 543 ജനറലിന് ഉള്ള വേക്കൻസീസ് ആയിരുന്നു. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് ചോദിക്കുക, ഐ വിൽ റിപ്ലൈ. കാരണം എന്ന് പറഞ്ഞാൽ ഡൽഹി പോലീസിലെ ഒരു സ്റ്റാഫ് എൻ്റെ ഫാമിലിയിലുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു ഗൈസ്, ബൈ ബൈ.